ലോകത്തെ അമ്പരിപ്പിക്കുന്ന അത്യുഗ്ര പ്രഹരശേഷിയുള്ള ചില ഇലക്ട്രോ മാഗ്നറ്റിക് ലേസർ വെപ്പണുകൾ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗമാകുന്നു. ഭാരതത്തിൻ്റെ പ്രതിരോധ ഗവേഷണ കേന്ദ്രമായ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന US മാഗസിനിൽ ആശങ്കയോടെ പ്രതിപാദിച്ചിട്ടുള്ള ഈ ആയുധ ശ്രേണികളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ലോകം ആശങ്കയോടെ വീക്ഷിക്കുന്ന ഭാരതത്തിൻ്റെ ആയുധ പരീക്ഷണങ്ങളിൽ ഒന്നാം സ്ഥാനത്തുള്ളത് കാളി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കിലോ ആംബിയർ ലീനിയർ ഇഞ്ചക്ടർ എന്ന ഡയറക്റ്റ് എനർജി വെപ്പണാണ്. ശത്രുവിൻ്റെ ഒരു മിസൈലിനെയോ ഉപഗ്രഹത്തിനെയോ പുറം ചട്ടയ്ക്ക് ഒരു കേടും വരുത്താതെ അതിശക്തമായ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് പൾസിനാൽ അതിൻ്റെ ഇലക്ട്രോണിക് നിയന്ത്രണ സംവിധാനത്തെ തകരാറിലാക്കുവാൻ ഈ ഡ്യൂവിന് കഴിയും. ഒരു തുള്ളി ചോര വീഴ്ത്താതെ യുദ്ധം ജയിക്കുക, അതാണ് EMP അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന കാളിയുടെ പ്രത്യേകത. DRDOയും ബാർക്കും സംയുക്തമായി വികസിപ്പിക്കുന്ന രഹസ്യായുധത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ മുൻപൊരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് പ്രിസ്ക്രിപ്ഷനിലും വീഡിയോയുടെ എൻഡ് സ്ക്രീനിലും കാണാം. കാളി വെപ്പൺ രാജ്യത്തിനെതിരെ വരുന്ന ആയുധത്തെ മുറിവേൽപ്പിക്കാതെ കൊല്ലുന്നുവെങ്കിൽ ശത്രുവിൻ്റെ ആയുധത്തെ അതൊരു ഉപഗ്രഹമാണെങ്കിലും തകർത്ത് ചെറു കഷ്ണങ്ങളായി ചിതറിക്കുവാൻ കഴിയുന്ന അത്യന്തം പ്രഹരശേഷി കൂടിയ മിഷൻ ശക്തി എന്നറിയപ്പെടുന്ന ആൻറ്റി സാറ്റലൈറ്റ് മിസൈൽ 2019 മാർച്ച് 27 DRDO പരീക്ഷിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് എനർജി വെയൻസ് അഥവാ ഡ്യൂവിൻ്റെ വികസനത്തിന് പ്രഥമ പരിഗണന നൽകിയുള്ള TPCR പ്രതിരോധ മന്ത്രാലയം നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. സെൻറ്റർ ഫോർ ഹൈ എനർജി സിസ്റ്റംസ് ആൻഡ് സയൻസ് ഹൈദരാബാദാണ് DRDOയുടെ ഈ ആയുധങ്ങളുടെ നോഡായി പ്രവർത്തിക്കുന്നത്. UAV അഥവാ അൺമാൻഡ് ഏരിയൽ വെഹിക്കിളുകളെ പ്രതിരോധിക്കുവാനായി ഉയർന്ന കിലോവാട്ട് ഡ്യൂകൾ വികസിപ്പിക്കുന്നതിനുള്ള പരീക്ഷണങ്ങൾ DRDOയിൽ നടന്നുവരുന്നു. AI ജനറേറ്റഡ് ഡ്രോണുകൾ വരും കാലങ്ങളിൽ യുദ്ധനിയന്ത്രണം ഏറ്റെടുക്കുമെന്ന നിഗമനത്തിൽ അതിനൂതനവും അത്യുഗ്ര പ്രഹരശേഷിയുള്ളതുമായ ഒരു പ്രോട്ടോടൈപ്പ് ഡ്യൂ DRDOയുടെ ലേസർ ലബോറട്ടറിയിൽ അന്തിമഘട്ടത്തിലാണ്. ദുർഗ 2 എന്നറിയപ്പെടുന്ന ഈ ഡയറക്റ്റ് എനർജി വെപ്പൺ പ്രയോഗിക്കുന്ന ലേസർ ബീമിന് ഒരു ക്രൂയിസ് മിസൈലിനെ പോലും തകർക്കാൻ കഴിയും. ഇത് ഇന്ത്യൻ സേനയിലെത്തിയാൽ ശത്രുവിൻ്റെ ബാലസ്റ്റിക് മിസൈലുകളെ ആകാശത്തിലോ ഭൂമിയിലോ അതിൻ്റെ ബൂസ്റ്റർ സ്റ്റേജിൽ തന്നെ തകർക്കുവാൻ കഴിയും. പ്രകാശവേഗത്തിൽ സഞ്ചരിക്കുന്ന ഈ ഫോക്കസ്ഡ് എനർജി വെപ്പൺ 100% കൃത്യതയാണ് ഉറപ്പു നൽകുന്നത്. 100 കിലോവാട്ട് ലൈറ്റ് വെയ്റ്റ് ഡ്യൂവായ ദുർഗ 2 ഇന്ത്യൻ സേനയുടെ കരുത്ത് ഇരട്ടിയാക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഡ്യൂവുകൾക്ക് പുറമെ മിസൈലുകൾക്കും ടാങ്കുകൾക്കും UCAV എന്ന് വിളിക്കുന്ന അൺമാൻഡ് കോമ്പാക്റ്റ് എയർ വെഹിക്കിളുകളുടെ വികസനത്തിനുമപ്പുറം കൗതുകകരമായ മറ്റൊരു പരീക്ഷണവും DRDO നടത്തുന്നു. ശത്രു സൈന്യത്തിൻ്റെ ആശയവിനിമയ സംവിധാനത്തെ തകരാറിലാക്കി ശത്രുസേനയെ നിഷ്പ്രഭരാക്കുവാൻ കഴിയുന്ന ഈ ബോംബുകൾ DRDOയുടെ പരീക്ഷണശാലയിലൊരുങ്ങുന്നു. അതിശക്തവും ദീർഘവുമായ വൈദ്യുത കാന്തിക ഷോക്കുകൾ പുറപ്പെടുവിക്കുന്ന ഈ ബോംബുകൾക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് പവറിനാൽ ശത്രുവിൻ്റെ വാർഫീൽഡിലെ ഇലക്ട്രോണിക് സർക്യൂട്ടുകളെ നശിപ്പിക്കുവാനും അതുവഴി കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കുകളെ തകരാറിലാക്കുവാനും കഴിയുന്നു. GPS-ൽ പ്രവർത്തിക്കുന്ന ഈ ബോംബുകൾക്ക് മൊബൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, സ്റ്റാറ്റിക് റഡാറുകൾ, കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിൽ പ്രവർത്തിക്കുന്ന നാവിക കപ്പലുകൾ തുടങ്ങിയ സൈനിക താവളങ്ങളിലെ ആശയവിനിമയ സംവിധാനങ്ങളെയും ഇലക്ട്രോണിക് സംവിധാനത്തെയും തകരാറിലാക്കുവാൻ കഴിയും. ക്രൂയിസ് മിസൈലുകളും ഗൈഡഡ് യുദ്ധോപകരണങ്ങളും എത്തിക്കുവാൻ സജ്ജീകരിച്ചിട്ടുള്ള യുദ്ധവിമാനങ്ങൾ വഴി ഈ ബോംബുകൾ എത്തിക്കുവാനാകും. ഇന്ത്യൻ സേനയ്ക്ക് ലഭ്യമാകുന്ന ഡ്യൂവുകൾക്ക് പുറമെ നിലവിൽ പരീക്ഷണഘട്ടം കടന്ന 50 കിലോമീറ്ററിൽ 360 ഡിഗ്രി സ്കാനിംഗ് കഴിവുള്ള വെപ്പൺ ലൊക്കേറ്റിംഗ് റഡാറായ നവീകരിച്ച പതിപ്പ് സ്വാതി MK2, സ്റ്റെൽത്ത് ഫീച്ചറുകൾക്ക് മുൻഗണന നൽകിയ ഓറ UCAV, അൺമാൻഡ് കോമ്പാക്റ്റ് എയർ വെഹിക്കിൾ ഘാതക്, നിലവിൽ നിരായുധനെങ്കിലും ആയുധധാരിയായാൽ ന്യൂക്ലിയർ കെമിക്കൽ സോണുകളിൽ നിർഭയം പ്രവർത്തിച്ച് വിനാശകാരിയാകാൻ കഴിയുന്ന മിഷൻ അൺമാൻഡ് ട്രക്ക് മുന്ദ്ര, ഇവയ്ക്കൊപ്പം AI റോബോട്ടുകളെ പരസ്പര സഹകരണത്തോടുകൂടി ഒരു ഗ്രൂപ്പായി പ്രവർത്തിപ്പിക്കുവാൻ ലക്ഷ്യമിട്ട് CIRൻ്റെ സ്വപ്ന പദ്ധതി MARF എന്നറിയപ്പെടുന്ന മൾട്ടി ഏജന്റ് റോബോട്ടിക്സ് ഫ്രെയിംവർക്ക് ഇവ കൂടി യാഥാർത്ഥ്യമാകുന്നതോടുകൂടി
ഭാരതം സൈനിക രംഗത്തെ സൂപ്പർ പവറാകുമെന്നതിൽ ഒരു സംശയവും വേണ്ട. ആയുധങ്ങളുടെ വിപുലീകരണത്തിനു പുറമെ സൈനികരുടെ സുരക്ഷയ്ക്കായി ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളിൽ ഉപയോഗിക്കുവാനായി ലിക്വിഡ് ആർമർ DRDO വികസിപ്പിച്ചിട്ടുണ്ട്. സാധാരണ അവസ്ഥയിൽ കട്ടിയുള്ള ദ്രാവകത്തിൻ്റെയോ ജെല്ലിയുടെയോ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന ഇവ ആഘാതമോ സമ്മർദ്ദമോ ഏറ്റാൽ അതിൻ്റെ വിസ്കോസിറ്റി മാറുകയും അതീവ കഠിനമായി തീരുകയും ചെയ്യുന്നു. സിലിക്കയുടെയും ലോഹമൂലകങ്ങളുടെയും സിന്തറ്റിക് നാനോകണങ്ങൾ ചേർന്ന ഇത് സൈന്യത്തിനെ മികച്ച രീതിയിൽ സംരക്ഷണ കവചം തീർക്കുന്നു. ഇന്ത്യയുടെ അതിർത്തിയിൽ ടെന്റുകൾ സ്ഥാപിക്കുക, ഇന്ത്യൻ ഭൂപ്രദേശങ്ങൾ തങ്ങളുടേതാക്കി മാപ്പിൽ ചിത്രീകരിക്കുക തുടങ്ങിയ ചാബല്യങ്ങൾക്കപ്പുറം ഇന്ത്യയുമായി നേരിട്ടൊരു ഏറ്റുമുട്ടലിന് ചൈന മടിക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ പോലും ആയുധം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഏറ്റുമുട്ടലിന് ചൈന മടിക്കുന്നത് US പോലും സമ്മതിക്കുന്ന ഈ രഹസ്യ ആയുധങ്ങളെ ഭയന്നാകും എന്ന് അനുമാനിക്കേണ്ടി വരും. സാമ്പത്തിക സൈനിക മേഖലകളിൽ ഭാരതത്തെ ലോക നെറുകയിലെത്തിച്ച് അതിർത്തി കാക്കാൻ നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.